ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ നിങ്ങൾ നോക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന്റെ 811 സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈസി ആയിട്ട് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺലൈനായി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കൊട്ടാക് 811ന്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ട് ടൈപ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അതുകൂടാതെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. ഈ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അക്കൗണ്ട് ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായ 2 ടൈപ്പ് അക്കൗണ്ടാണ് വരുന്നത്. 811 സേവിങ്സ് അക്കൗണ്ടും 811 സൂപ്പർ സേവിങ്സ് അക്കൗണ്ടും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 811 സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ മന്ത്ലി ഡെപ്പോസിറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്നാൽ സൂപ്പർ സേവിങ്സ് അക്കൗണ്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മന്ത്ലി 5000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ എങ്കിലും നിങ്ങൾ ആ അക്കൗണ്ടിൽ ചെയ്തിരിക്കണം. 2 ടൈപ്പ് അക്കൗണ്ടും സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രോബ്ലം വരുന്നില്ല. പിന്നെ ആനുവൽ ക്യാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ അക്കൗണ്ടിൽ 0 ആണ്. ബട്ട് സൂപ്പർ സേവിങ്സ് അക്കൗണ്ടാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്പെൻഡിങ് അനുസരിച്ച് അപ് ടു 6000 വരെ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് ബാങ്ക് പറയുന്നത്. പിന്നെ ആനുവൽ പ്രോഗ്രാം ഫീസ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ അക്കൗണ്ടിന് 0 ആണ്, സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിന് ആനുവലി 300 റുപ്പീസ് ഫീസ് വരുന്നുണ്ട്. നെഫ്റ്റ്, RTGS, IMPS പോലുള്ള ഡിജിറ്റൽ ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റീസ് 2 അക്കൗണ്ടിലും ലഭിക്കും. അതുപോലെ തന്നെ ഇനീഷ്യൽ ഫണ്ടിങ് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ 1000 റുപ്പീസ് ആണ്, സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ 5000 റുപ്പീസ് ആണ്. ഇനീഷ്യൽ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ 1000 റുപ്പീസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം, സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ 5000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഫണ്ട് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഈ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മുൻപും 811 അക്കൗണ്ടിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഇനീഷ്യൽ ഫണ്ടിങ് ആപ്ലിക്കബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ബാങ്ക് ഈ ഇനീഷ്യൽ ഫണ്ടിങ് സെറ്റപ്പ് കൊണ്ടുവന്നത്. പിന്നെ വെർച്വൽ ഡെബിറ്റ് കാർഡ് 2 അക്കൗണ്ടിലും ഫ്രീ ആയിട്ട് ലഭിക്കും. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ലഭിക്കണമെങ്കിൽ നോർമൽ അക്കൗണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 299 റുപ്പീസ് ചെയ്യേണ്ടി വരും. ബട്ട് സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ്, പ്ലാറ്റിനം ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. ATM വിഡ്രോവൽ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിൽ 25,000ഉം സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ 1 lakhുമാണ് വരുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് സേവിങ്സ് അക്കൗണ്ടിൽ 10,000 റുപ്പീസ് അല്ലെങ്കിൽ 1 ട്രാൻസാക്ഷൻ പെർ മന്തും സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ 2 lakhs അല്ലെങ്കിൽ 4 ട്രാൻസാക്ഷൻ പെർ മന്തുമാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ നേരിട്ട് ചെന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുന്നതിനെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്ലി ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 10,000 റുപ്പീസ് മാത്രമാണ് നിങ്ങൾക്ക് ബാങ്കിൽ നേരിട്ട് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ സാധിക്കുകയുള്ളൂ. ചെക്ക് ബുക്ക് സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ ഫ്രീ ആണ്. നോർമൽ സേവിങ്സ് അക്കൗണ്ടാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 75 റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യണം. ഓൺ ഡിമാൻഡിൽ മാത്രമാണ് ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. പിന്നെ ആക്റ്റീവ് മണി എന്ന് പറഞ്ഞ ഫീച്ചർ 2 അക്കൗണ്ടിലും ലഭ്യമാണ്. ആക്റ്റീവ് മണി എന്ന് പറയുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ വൺ ഓഫ് ദ കീ ഹൈലൈറ്റ് ഫീച്ചറാണെന്ന് തന്നെ പറയാം. അതായത് ആക്റ്റീവ് മണി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 50,000-ന് എബോവ് ഒരു എമൗണ്ട് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 55,000 നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ 50,000-ന് എബോവ് വരുന്ന എമൗണ്ട് ഈ 5,000 റുപ്പീസ് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് മണി അക്കൗണ്ടിലേക്ക് മാറുന്നതാണ്. ആക്റ്റീവ് മണി അക്കൗണ്ടിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന എമൗണ്ടിന് അപ് ടു 6.5% വരെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് 25,000-ന് ബിലോ പോവുകയാണെങ്കിൽ ആക്റ്റീവ് മണിയിലിരിക്കുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് റിട്ടേൺ വരുന്നതാണ്. അപ്പോൾ ഇത് കൈൻഡ് ഓഫ് ഒരു FD പോലെയാണെന്ന് നമുക്ക് പറയാം. ബട്ട് FDയിൽ നമുക്കറിയാം അത് പ്രീമച്വറായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി ചാർജസ് ഈടാക്കും. ബട്ട് പ്രീമച്വർ ക്ലോസിങ്ങിന് യാതൊരുവിധ ചാർജും ബാങ്ക് ഈടാക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ട് കീപ്പ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ആക്റ്റീവ് മണിയിൽ എമൗണ്ട് കീപ്പ് ചെയ്യുമ്പോൾ ലഭിക്കും. പിന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ നമുക്ക് ലഭിക്കുന്ന പോലുള്ള കോമൺ ഫീച്ചേഴ്സ് ലൈക്ക് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ, എയർ ആക്സിഡൻ്റൽ കവർ, പർച്ചേസ് പ്രൊട്ടക്ഷൻ, ലോസ് കാർഡ് ലയബിലിറ്റി തുടങ്ങിയ എല്ലാ ബെനിഫിറ്റ്സും ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും ബാങ്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടാണ് ഈ 811 അക്കൗണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ബാങ്ക് അക്കൗണ്ടിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്ലിക്കേഷൻ കൊട്ടാക് 811 മൊബൈൽ ആപ്ലിക്കേഷനും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്നുകൊണ്ട് ഈ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്.
അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പിൻകോഡ് തുടങ്ങിയ വിവരങ്ങൾ എൻ്റർ ചെയ്ത് ഓപ്പൺ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിൻകോഡ് എൻ്റർ ചെയ്യുമ്പോൾ സർവീസ് നോട്ട് അവൈലബിൾ എന്ന് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സിറ്റിയുടെ പിൻകോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ട്രൈ ചെയ്യുക. തുടർന്ന് നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചെക്ക് ബോക്സ് കൂടെ ടിക്കിട്ട് പ്രൊസീഡ് ആൻഡ് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ കാണിക്കുന്നതാണ്. അതൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ആധാറിൽ നിന്നുള്ള ഫോട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങളുടെ ഒക്യുപ്പേഷൻ, മന്ത്ലി ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം, മാരിറ്റൽ സ്റ്റാറ്റസ്, ഫാദേഴ്സ് നെയിം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ മദറിൻ്റെ മെയ്ഡൻ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നൽകുന്ന വാല്യൂ ഓർത്തിരിക്കണമെന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂ ആവശ്യപ്പെടുന്നതാണ് ബാങ്ക്. അപ്പോൾ അവിടെ മെയ്ഡൻ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജാണ്. നമ്മുടെ ആധാറിൽ നിന്നുള്ള അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്കിൽ താഴെ കാണുന്ന ടോഗിൾ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പുതിയ അഡ്രസ്സ് എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായി നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോമിനിയുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റിലേഷൻഷിപ്പ് തുടങ്ങിയ വിവരങ്ങൾ മുകളിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ നോമിനിയുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി നോമിനിയുടെ അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ആസ് യുവർ അഡ്രസ്സ് എന്നതിന് നേരെയുള്ള ടോഗിൾ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോപ്പുലേറ്റ് ആയി വരുന്നതാണ്. അടുത്തായിട്ട് കുറച്ച് കൺസേൺസ് നൽകേണ്ടതായിട്ടുണ്ട്. അതിനായി മുകളിലായി കാണുന്ന സെലക്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുൻപോട്ട് പോവുക. അടുത്തായി ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് ചൂസ് ചെയ്യേണ്ട പേജാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ 811 സൂപ്പർ അക്കൗണ്ടും ഉണ്ട്, 811 ക്ലാസിക് അക്കൗണ്ടും ഉണ്ട്. ഇപ്പോൾ ഒരു മന്തിൽ 5000 രൂപയുടെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ നടത്താൻ പറ്റും. അത്യാവശ്യം ക്യാഷ് ബാക്ക് ഒക്കെ വേണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ 811 സൂപ്പർ അക്കൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട്, മന്ത്ലി ഡെപ്പോസിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 811 ക്ലാസിക് അക്കൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസിക് അക്കൗണ്ട് ചൂസ് ചെയ്യുന്നതിന് ക്ലാസിക് അക്കൗണ്ട് താഴെയുള്ള സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുൻപോട്ട് പോവുക. ഇനി അക്കൗണ്ട് ഓപ്പണിങ്ങിന് ഒരു 1000 റുപ്പീസ് നമ്മൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി താഴെ കാണുന്ന ഡെപ്പോസിറ്റ് 1000 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുക. ഇത് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആണ്. നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിന് വേണ്ടി ഒരു MPIN സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 4 ഡിജിറ്റ് MPIN ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ MPIN ആണ് കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 811 മൊബൈൽ ബാങ്കിങ് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ MPIN പ്രത്യേകം ഓർത്തിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 4 ഡിജിറ്റ് MPIN എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം MPIN എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുൻപോട്ട് പോവുക. ഇപ്പോൾ നിങ്ങളുടെ MPIN സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 811 ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ്. അക്കൗണ്ടിൻ്റെ CRN, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, UPI ID, ഫണ്ടിങ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഈ പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി താഴെ കാണുന്ന കംപ്ലീറ്റ് KYC എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 2 രീതിയിൽ നിങ്ങൾക്ക് KYC ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് വീഡിയോ KYC ഓപ്ഷനാണ്. 2 ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് ഇൻ പേഴ്സണായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ KYCയുടെ ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ ഡിസേബിൾ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കത് എനേബിളായി കാണുന്നുണ്ടെങ്കിൽ വീഡിയോ KYC ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ KYCയിലൂടെ അപ്പോൾ തന്നെ നിങ്ങളുടെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും ടൈമും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ ഡേറ്റിലും ടൈമിലും ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇൻ പേഴ്സണായിട്ട് KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. KYC കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒറിജിനൽ കോപ്പി തന്നെ നിങ്ങൾ കാണിക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ KYC ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ്റെ അഡ്രസ്സ് കൂടെ താഴെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്യുന്നതോടെ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 811 സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 811 എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. CRN യൂസർ നെയിമായിട്ടും നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത MPIN പാസ്വേഡ് ആയിട്ടും നൽകി നിങ്ങൾക്ക് ആപ്പിലേക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. 811 മൊബൈൽ ആപ്പിനെ കുറിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 811 സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈനായി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണാണ് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.